ഈ സമുദായത്തിന്റെ ഐക്യവും ഈ സമുദായത്തിന്റെ പരസ്പരവും സ്നേഹവും തകർത്തെറിയപ്പെടാതിരിക്കാൻ വേണ്ടി ഈ സാഹോദര്യത്തിന്റെ അന്തരീക്ഷം അതേ ക്രമത്തിൽ നിലനിൽക്കാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ പെട്ടതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തഹസദൂ, നിങ്ങൾ പരസ്പരം അസൂയപ്പെടാൻ പാടില്ല. ഒന്നാമത്തെ ഉപദേശമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ പരസ്പരം അസൂയ വെക്കാൻ പാടില്ല, അസൂയപ്പെടാൻ പാടില്ല. ഒരു പുരുഷൻ മറ്റൊരു പുരുഷനുമായി അസൂയപ്പെടാൻ പാടില്ല, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുമായി അസൂയപ്പെടാൻ പാടില്ല, ഒരു വീട്ടുകാർ അടുത്ത വീട്ടുകാരോട് അസൂയപ്പെടാൻ പാടില്ല. അസൂയ എന്നാൽ വലിയ കുറ്റമാണ്, അപകടമേറിയ കുറ്റമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ലോകത്ത് ആദ്യമായി ഒരു കൊല നടന്നത്, ഈ ലോകത്ത് ആദ്യമായി ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയത് തന്നെ കാരണം അസൂയയായിരുന്നു. കാബീൽ ഹാബീലിനെ കൊന്നുകളഞ്ഞതിന്റെ പിന്നിൽ അസൂയയാണുള്ളത്. അതുകൊണ്ട് ഒരു വിഷയത്തിലും അസൂയപ്പെടാൻ പാടില്ല. അസൂയപ്പെട്ടാൽ അസൂയപ്പെട്ട ആള് നശിച്ചു പോവുകയല്ലാതെ അസൂയ വെക്കപ്പെട്ട മനുഷ്യൻ ഉയർന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. അതേ സമയത്ത് അസൂയ എന്ന് പറഞ്ഞാൽ എന്താണ്? അസൂയ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഹസദു തമന്നി സവാലിൻ നിഅമതി അൻ സാഹിബിഹാ സവാഉൻ കാനത് നിഅമത ദീനിൻ ഔ ദുനിയാ. അസൂയ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അല്ലാഹു തആല അനുഗ്രഹം ചെയ്ത അനുഗ്രഹം, അല്ലാഹുവിൽ നിന്ന് കിട്ടുന്നതാണല്ലോ അനുഗ്രഹം. ആ അനുഗ്രഹം നീങ്ങിപ്പോകുന്നതിനെ മറ്റൊരുത്തൻ ആഗ്രഹിക്കലാണ്. നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട നമ്മുടെ ഈ കാലത്തിന്റെ ശബ്ദം, സുന്നത്ത് ജമാഅത്തിന്റെ അമരക്കാരൻ ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ്, എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ഉസ്താദിന്റെ ദഅവത്തിന്റെ ഭാഗമായി ഉസ്താദ് നിരന്തരം ഫ്ലൈറ്റിൽ സംഘടിപ്പിച്ച് അവിടുന്ന് യാത്ര ചെയ്യുമ്പോ, വിലമതിക്കാത്ത കാറുകളിൽ അവിടുന്ന് യാത്ര ചെയ്യുമ്പോ അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഉസ്താദ് എന്തിനാണ് ഫ്ലൈറ്റിൽ പോകുന്നത്? ഉസ്താദ് എന്തിനാണ് വിലപിടിപ്പുള്ള കാറിൽ പോകുന്നത്? അങ്ങനെ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉദിച്ചു പോയാൽ അത് അസൂയയുടെ ഭാഗമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ സ്ഥാനങ്ങൾ ഉയർന്നു പോകുന്നു എന്നല്ലാതെ അസൂയ വെച്ച ആളുകള് തകർന്ന് തരിപ്പണമായി പോകുന്നതല്ലാതെ പിന്നെന്ത് നേട്ടം കിട്ടാനുണ്ട് മനുഷ്യ? അല്ലാഹു തആല ഖുർആനിൽ വളരെ വ്യക്തമായി പറയുകയാണ്, അം യസ്ദൂനന്നാസ്, ഓ ജനങ്ങളെ, ജനങ്ങൾ അസൂയ വെക്കുകയാണോ? അലാമ ആതാഹുമുല്ലാഹു മിൻ ഫളിലി, അല്ലാഹു തആല അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് നിഅമത്ത് കൊടുക്കാം, അവൻ അല്ലാഹു തആല ഉദ്ദേശിച്ചവർക്ക് പണം കൊടുക്കാം, അല്ലാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അവൻ ഒരുപാട് ആരോഗ്യം നൽകി എന്ന് വരാം, അല്ലാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് ഒരുപാട് സമ്പത്ത് കൊടുത്തു എന്ന് വരാം, വലിയ വലിയ വീടുകൾ കൊടുത്തു എന്ന് വരാം. അതേ സമയത്ത് നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അല്ലാഹു തആല പറയുകയാണ്, ജനങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ കാര്യങ്ങളിൽ നിങ്ങൾ അസൂയ വെക്കുകയാണോ? അത് അല്ലാഹു തആല കൊടുത്തതിൽ അല്ലാഹു തആലയുടെ പ്രവർത്തനത്തിൽ കൈകടത്തലായി പോകും. വലിയ അപകടമാണ്, അത് വലിയ അപകടമാണ്. അതുകൊണ്ട് അടുത്ത വീട്ടുകാർ നന്നാകുമ്പോൾ ഇപ്പുറത്തെ വീട്ടുകാർക്ക് അത് കണ്ടുകൂടാ.
അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരൻ ഗൾഫിൽ പോകുന്നത് തൊട്ടടുത്ത വീട്ടുകാർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അടുത്ത വീട്ടുകാർ 2 സ്റ്റെപ്പുള്ള ഒരു വീട് കെട്ടുമ്പോ തൊട്ടടുത്ത വീട്ടുകാർ ചിന്തിക്കുന്നത് 3 സ്റ്റെപ്പുള്ള വീട് കെട്ടണം. ഇത് പാടില്ല. മറിച്ച് അവർ നന്നാവണം, എനിക്കും നന്നാകണം. അല്ലാഹു തആല അവർക്ക് ഏറ്റിക്കൊടുക്കട്ടെ. അല്ലാഹു തആല നമുക്കും അങ്ങനെ നൽകുമാറാവട്ടെ എന്നാണ് ഒരു മുസ്ലിം ചിന്തിക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവർക്ക് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾ ഒരിക്കലും നീങ്ങിപ്പോകാൻ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അത് അസൂയയാണ്. അത് സാഹോദര്യത്തെ തകർത്ത് കളയുന്നതാണ്. ഒരുപക്ഷേ അസൂയച്ച മനുഷ്യൻ, നിന്റെ മനസ്സിൽ അസൂയ വന്നാൽ പിന്നെ എന്താണ് അതിന്റെ പിന്നിൽ വരുന്നത്? ഏതെങ്കിലും നിലക്ക് ആ മനുഷ്യനെ തകർത്ത് കളയണം, അല്ലെങ്കിൽ അയൽവാസികളെ തകർത്ത് കളയണം, അല്ലെങ്കിൽ അവനെ ഏതെങ്കിലും നിലക്ക് ഒതുക്കിക്കളയണം. ഒരുപക്ഷേ അത് കൊലയിൽ അവിടുന്ന് കലാശിച്ചു പോകും, അല്ലെങ്കിൽ നാം ഏതെങ്കിലും മാരണത്തിന്റെ പിന്നിൽ പെട്ടുപോകും. ഏതെങ്കിലും നിലക്ക് തകർക്കാനുള്ള വഴിയും തേടി നടക്കും. അത് സ്വന്തം അപകടത്തിന്റെ വലിയ പടുകുഴിയിലേക്ക് മനുഷ്യനെ വലിച്ചെറിയും. അല്ലാഹു തആല കാത്ത് സലാമത്താക്കട്ടെ. അസൂയുള്ള ആളുകൾക്ക് സ്വർഗമില്ല. അസൂയയുള്ള ആളുകൾക്ക് സ്വർഗമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു നല്ല ഡ്രസ്സ് ധരിക്കുമ്പോ നിങ്ങൾക്ക് സന്തോഷം കാണണം. നിങ്ങൾ നല്ല ഒരു ഡ്രസ്സ് ധരിക്കുമ്പോ എനിക്ക് സന്തോഷം കാണണം. ഞാൻ നല്ല വണ്ടിയിൽ പോകുമ്പോ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകണം. നിങ്ങൾ നല്ലൊരു കാറിൽ പോകുമ്പോ എനിക്ക് സന്തോഷമുണ്ടാകണം. നിങ്ങൾ നന്നാകണമെന്നുള്ള ചിന്താഗതിയാണ് എനിക്ക് വേണ്ടത്. ഞാനും നന്നാകണമെന്നുള്ള ചിന്താഗതിയാണ് എനിക്ക് വേണ്ടത്. അല്ലാതെ ഏതെങ്കിലും നിലക്കവനെ തകർക്കണമെന്നുള്ള ചിന്ത മുസ്ലിമിന്റെ പണിയല്ല. അത് വലിയ അപകടത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നതാണ്. ഒരുപക്ഷേ നിന്റെ ഈമാന് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് നീ തെറിച്ചു പോകുന്നതാ. അല്ലാഹു തആല കാത്ത് സലാമത്താക്കട്ടെ. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തഹസദൂ, പരസ്പരം അസൂയ വേണ്ട. എന്നിട്ട് രണ്ടാമത് പറയുന്ന വചനം എന്താ? വലാ തനാജശൂ, വലാ തനാജശൂ. നിങ്ങൾ ഒരു മനുഷ്യൻ കച്ചവടം നടത്തുമ്പോ അവനെതിരെ മറ്റൊരു കച്ചവടം നിങ്ങൾ നടത്തരുത്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതമാർഗത്തിന് വേണ്ടി ഒരു കച്ചവടം നടത്തുമ്പോ ആ കച്ചവടത്തിനെതിരെ നിങ്ങൾ കച്ചവടം നടത്തരുത്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു സാധനത്തിന് വില പറയുമ്പോ ആ മനുഷ്യനെ കിട്ടിക്കൂടാ. ആ മനുഷ്യന് എതിരായിക്കൊണ്ട് അസൂയയുടെ കാരണമാണ് ആ സാധനത്തിന് നിങ്ങൾ വിലയേറ്റി പറയരുത്. വലാ തനാജശൂ, ഒരു മനുഷ്യൻ ഒരു വസ്തുവിന് വില പറയുമ്പോ ആ മനുഷ്യനെ ചതിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ആ സാധനത്തിന് ഒരിക്കലും വില ഏറ്റി പറയുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടായിക്കൂടാ. വലാ യബിഅ ബഅ്ദുകും വലാ ബൈഇ ബഅ്ദ്. ചില ആളുകൾ കച്ചവടം നടത്തുമ്പോ അവരുടെ കച്ചവടത്തിനെതിരെ, അവരുടെ കച്ചവടത്തിനെ തകർക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി നീ കച്ചവടം നടത്തരുതേ. വകൂനൂ ഇബാദല്ലാഹി ഇഖ്വാനാ. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഒരൊറ്റ ഉമ്മയുടെയും ബാപ്പയുടെയും മക്കളെ പോലെ വളരെ ഐക്യത്തോടുകൂടി ജീവിക്കണേ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി പറയുകയാണ്,